ശബരിമല വിഷയം വീണ്ടും ചർച്ചകളിൽ വരികയാണ്. ഇത്തവണ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം ശബരിമലയിലെ എല്ലാ നിയന്ത്രണങ്ങളും പാളി. അതികഠിനം അയ്യപ്പ എന്ന് ഭക്തജനങ്ങൾ നിലവിളിക്കുകയാണ്. മാല വരെ, അതായത് ശബരിമലയിലിട്ട മാല വരെ ഊരി എറിഞ്ഞുകൊണ്ട് ഭക്തർ ഓടുകയാണ്. ഇനി ശബരിമലയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് എല്ലാ ഈ എന്താ നിയന്ത്രണങ്ങളും പാളിപ്പോയി എന്നുള്ളതാണ്. ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ അയ്യപ്പന്റെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ സ്വർണം എല്ലാം കട്ടതുപോലെ തന്നെ ശബരിമലയെയും മൊത്തത്തിൽ ഇല്ലാതാക്കി നാശത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോ ADGP അവിടുത്തെ ഈ അയ്യപ്പനെ പാടി ഉറക്കുന്ന നമ്മുടെ ADGP ശ്രീജിത്ത് പറയുന്നത് കേന്ദ്രസേന വരാത്തത് കൊണ്ടാണ്, വന്നിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് മറിച്ചേനെ, വരാത്തത് കൊണ്ടാണ് ഇവിടെ ഈ പാളിച്ചകൾ സംഭവിച്ചത്. അപ്പൊ പിന്നെ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇവിടെ എത്രയോ പോലീസുകാർ ഉറക്കം ഇല്ലാതെ ശബരിമലയെ കാക്കുന്ന നിരവധി പോലീസുകാരുണ്ട്. ഇവരെയൊക്കെ ഒരുമാതിരി എന്താ പറയുക, മോശപ്പെടുത്തുന്ന തരത്തിലല്ല അദ്ദേഹം പറയുന്നത്. കേന്ദ്രസേന വിളിച്ചിട്ട് വരാത്തത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഈ കേരള പോലീസിന്റെ ഒരു ഭക്തിമുഖമാണ് ADGP ശ്രീജിത്ത്. അദ്ദേഹത്തെ കണ്ടാൽ അയ്യപ്പനെ കണ്ടതുപോലെയാണ്. അപ്പം അത്രമാത്രം അദ്ദേഹം ശബരിമലയുമായിട്ട് അടുപ്പത്തിലാണ്. എന്നുവെച്ചാൽ ശബരിമലയ്ക്ക് എന്തെങ്കിലും പരിക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ, കുഴപ്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തി കാണിക്കുന്ന ആളുകളാണ്. ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ഇതുപോലെ പോലീസുകാർ, എല്ലാവരും ഈ അയ്യപ്പ ഭക്തരാണ്. അപ്പോൾ ഇത് ഭക്തിയുടെ പ്രശ്നമല്ല ശരി. പകരം ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്നാണ്. ഒന്നും സംഭവിച്ചില്ല. കാരണം ഒന്ന്, ഈ തീർത്ഥാടന കാലത്തിന് മുമ്പുള്ള 2-3 മാസക്കാലം എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചയിലും അതിൻ്റെ ബഹളത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു. ദേവസ്വം ബോർഡും പോലീസും എന്നുവെച്ചാൽ ഇത് തന്നെയാണ് ഏത് ഭരണകൂടം ഭരിക്കാൻ വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതിയെന്ന്. ഇത് മാറ്റണം എങ്കിൽ ഇതിനോടുള്ള ഒരു അപ്രോച്ചിന് മാറ്റം വരണം. നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രം അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നടന്നാൽ നമുക്ക് പണം കിട്ടും എന്ന് മാത്രമല്ല, നമുക്ക് അതിപ്രശസ്തിയും കിട്ടും എന്നുള്ളതാണ്. കാരണം തിരുപ്പതിയെക്കുറിച്ച് പറയുന്നത് പോലെ ശബരിമലയെക്കുറിച്ചും ആളുകൾ പറയും. പക്ഷെ ആ പറച്ചിൽ ഇത്തരത്തിലുള്ള പരാതികൾക്ക് വളരെ കൂടുതൽ സ്ഥലം വരുന്നു എന്നുള്ളതാണ്. ആ സംവിധാനമാണ് മാറേണ്ടത്, പരാതിയല്ല വേണ്ടത്. ആളുകൾ ആവേശപൂർവ്വം ഞാനൊക്കെ കരുതിയത് ഇത്രമാത്രം കളവൊക്കെ നടന്ന് കുളമാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഭക്തരെത്തില്ലെന്നായിരുന്നു. പക്ഷെ ഭക്തരെല്ലാവരും ഞെട്ടിച്ചു, അല്ലെങ്കിൽ അയ്യപ്പനെല്ലാവരും ഞെട്ടിച്ചു. കഴിഞ്ഞവിടത്തേക്കാൾ കൂടുതൽ തിരക്കും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സംവിധാനം അതിനനുസരിച്ച് ചലിക്കണം. എന്നുവെച്ചാൽ വരുന്ന ഭക്തർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് അയ്യപ്പ സേവ എന്നിവർ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അല്ലാതെ വെറുതെ ഞങ്ങൾ ഭക്തരാണെന്ന് പറഞ്ഞാണ് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിനെ കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിലും വളരെ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനിലേക്ക് പ്രവേശിച്ച ആളുകളാണ്. ശരിക്കും അത്രമാത്രം നിസ്വാർത്ഥതയും അത്രമാത്രം സേവന ആതുരതയും ഒക്കെ അവരെ ശക്തിപ്പെടുത്തുമ്പോഴാണ് അവർ എങ്ങും നോക്കാതെ അവിടെ നിന്ന് അത്യുജ്വലമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. അതിനെ ശ്ലാഘിക്കാനല്ലാണ്ട് വേറെ ഒന്നും കഴിയില്ല. അപ്പം അങ്ങനത്തെ എത്രയോ പോലീസുകാർ ഉള്ള സമയത്താണ് ശ്രീജിത്ത് പറയുന്നത് കേന്ദ്രസേന വന്നിരുന്നെങ്കിൽ ഇത് ഗംഭീരമായി. കേന്ദ്രസേനയ്ക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. കാരണം വെച്ചാൽ അതിനൊരു മുഖമില്ല എന്നുള്ളതാണ്. അതൊരു സേന മാത്രമാണ്. ആ സേനയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ക്രമസമാധാന ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടുക എന്നത് മാത്രമേ ഉള്ളൂ. കേരള പോലീസിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടാണ് ശബരിമലയിലേക്ക് പറഞ്ഞയക്കുന്നത്. അവിടെ പോലീസ് വേഷത്തിനേക്കാളുപരി ആ പോലീസ് വേഷം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ആത്മാക്കൾക്കാണ് പ്രാധാന്യം. അവരെത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് കണ്ടിട്ടാണ് ഭക്തർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. കാരണം ഭക്തരെ അവർ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു അയ്യപ്പനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്തർക്ക് അവിടെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അതീവ സന്തുഷ്ടിയോടെയുണ്ട്.
അതിന് പകരമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള മനസ്സുള്ള ആളുകൾ ആകാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാണ് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും പ്രത്യേകമായിട്ടുള്ള അയ്യപ്പ ഭക്തനെ മാത്രമാണ് അവിടുത്തെ പോലീസ് സേനയിലേക്ക് തിരഞ്ഞെടുക്കാറ്. അതൊക്കെ മറന്നിട്ടാണ് ശ്രീജിത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇവരുടെ കാര്യക്ഷമമല്ലായ്മ എന്നുവെച്ചാൽ ഇതിൻ്റെ നേതൃത്വം, ഇതൊരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ശരിക്കും. ആ മാനേജറിയൽ പ്രോസസ്സ് അവർക്ക് വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പരാജയം സംഭവിച്ചപ്പോൾ അവർ പറയുന്ന ഇതാണ്, കേന്ദ്രസേനയെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, എത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. വളരെ കൃത്യമായിട്ട് അവിടുത്തെ വരവ് എങ്ങനെയാണ് ആളുകൾ വരുന്നത് നോക്കി അത് നിയന്ത്രിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നല്ല വാർത്തകളായിരിക്കും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ ഈ മുന്നൊരുക്കങ്ങളുടെ അഭാവം അതാണ് തുടക്കമേ പാളിയത് എന്നുള്ളതാണ്. ഒരു മണ്ഡലകാലം കഴിയുമ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, വരുന്ന അയ്യപ്പ ഭക്തരോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഒരു മണ്ഡലകാലം തീരുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള എല്ലാ നടപടികളും ഇവർ തുടങ്ങണം. അതാണ് ശബരിമലയെ സംബന്ധിച്ച്. കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഭക്തരായിരിക്കും വരുന്നത് എന്നുള്ളത്. ഇത്തവണ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഒരുപക്ഷെ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഭക്തർ വരാതിരിക്കും. പക്ഷേ എല്ലാ കൊല്ലത്തേക്കും കൂടുതലാണ് ഇത്തവണ ഭക്തരുടെ വരവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുന്നിൽ കാണാതെ ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയപ്പോൾ ഈ VVIPകളെ കൊണ്ടുവന്ന് അവർക്ക് ഹോട്ടലുകളിൽ എല്ലാ സൗകര്യവും ഒരുക്കി, അവർക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയ സർക്കാരിന് എന്താ VVIPകൾ മാത്രം മല ചവിട്ടിയാൽ മതിയോ? സാധാരണക്കാർ മല ചവിട്ടണ്ടേ? അല്ല, പൊതുവെ ഈ സർക്കാരിൻ്റെ ഒരു തകരാറെന്ന് പറഞ്ഞാൽ അത് പൗരപ്രമുഖരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് പൗരപ്രമുഖരൊക്കെ ഈ സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗരപ്രമുഖർക്ക് മാത്രമാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അവിടെ സമ്പന്നനോ ദരിദ്രനോ പ്രശ്നമല്ല, അതുപോലെ സവർണനോ അവർണനോ ഒന്നും ആരും പ്രശ്നമല്ല എന്നുള്ളതാണ്. മനുഷ്യനാണ് എങ്കിൽ അവനെ മനുഷ്യനായിട്ട് പരിഗണിക്കുന്ന ഒരു കാഴ്ചപ്പാട് അവിടെയുണ്ട്. അതാണ് അതിൻ്റെ വിജയം. ആ കാഴ്ചപ്പാടിൻ്റെ വിജയമാണ് ഈ അമിതമായിട്ടുള്ള തിരക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണ്? പൗരപ്രമുഖൻ്റെ പ്രശ്നമല്ലേ ഇത്, സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശരിയാണ് ധന്യ പറഞ്ഞതുപോലെ ഒരു മണ്ഡലകാലം കഴിഞ്ഞാൽ അടുത്ത പരിപാടി പിറ്റേ ദിവസം തുടങ്ങണം. ആദ്യത്തെ ശുദ്ധീകരണ പ്രക്രിയയാണ്. മണ്ഡലകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ പരിസരമൊക്കെ ശുദ്ധീകരിച്ച് പരിസര മലിനീകരണം മുഴുവനായിട്ട് മാറ്റി വീണ്ടും പഴയ ആ കാനന ഭംഗിയിലേക്കും അതേപോലെ സൗന്ദര്യത്തിലേക്ക് അതിനെ തിരിച്ചുകൊണ്ടുപോവുക, അതുപോലെ പരിശുദ്ധിയിലേക്കും തിരിച്ചുകൊണ്ടുപോവുക. അതിനുശേഷം പിന്നീട് അടുത്ത മണ്ഡലകാലത്തേക്ക് എത്താൻ പോകുന്നതായിട്ടുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വർഷം വരുന്നത് 100 പേരാണെങ്കിൽ അടുത്ത വർഷം വരുന്നത് 150 പേരാണ്. അങ്ങനെയാണ് ഇത് ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള വികസന പ്രക്രിയകൾ ചെയ്യാതെ വെറുതെ ഇങ്ങനെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആളുകൾ മുഴുവൻ പ്രതിഷേധിക്കുന്നത് ഇവർക്ക് ഈ സ്വർണം അടിച്ചു മാറ്റലിൽ മാത്രമാണ് ഇവരുടെ കണ്ണ്. ഭക്തർ വന്ന പണം മാത്രം മതി. ഭക്തർ എങ്ങനെ വന്നാലും ഇപ്പോൾ 18-ാം പടി ചവിട്ടാതെ പോലും ഭക്തർ അയ്യപ്പനെ കണ്ടു എന്ന് പറയുന്നു. അതൊന്നും ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കാണുക എന്നുള്ളതാണ് ഓരോ ഭക്തന്റെയും സന്തോഷം എന്ന് പറയുന്നത്. ആ ഭക്തിയുടെ ഏറ്റവും മേളിൽ നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ്. 18-ാം പടി ചവിട്ടി അയ്യനെ കാണുക എന്നുള്ളത്. അപ്പോൾ അതുപോലും ചവിട്ടാൻ കഴിയാതെ ഓരോരുത്തർ ഇപ്പൊ വിളിച്ചു പറയുകയാണ്, ഞങ്ങളിനി ശബരിമലയിലേക്ക് ഇല്ല, ഈ ദേവസ്വം ബോർഡിനെയും ഈ സർക്കാരിനെയും ഞങ്ങൾക്കിനി വിശ്വാസമില്ല, ഞങ്ങളിനി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ മരിക്കുക വരെ ചെയ്തു, കുഴഞ്ഞു വീണ് മരിക്കുക വരെ ചെയ്തു, മണിക്കൂറുകളോളൊക്കെ നിന്നുകൊണ്ട്. അപ്പോ ഇനി എന്താണ് സർക്കാർ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇതുവരെ ഒന്നും ചെയ്യാത്ത സർക്കാരിന് ഇനി മണ്ഡലകാലം തുടങ്ങിയപ്പോൾ തന്നെ അമ്പയെ പാളിയ സർക്കാരിന് ഇനി എന്താണ് ഇതിൽ ശരിയാക്കാനുള്ളത്? അല്ല, അത് പാളി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇനിയും ഭക്തർ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ കൃത്യമായിട്ട് വരുന്ന ഭക്തരെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം അവരുണ്ടാക്കിയിരിക്കുന്നത് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കും. രണ്ടാമത്, ഇനി എന്തൊക്കെ അടിസ്ഥാന സൗകര്യത്തിന് മെച്ചപ്പെടുത്തൽ വേണമോ അതൊക്കെ മെച്ചപ്പെടുത്തിയേ പറ്റൂ. പാളി എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പണം അല്ലെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് മാത്രം ഒരു കാര്യം നടക്കില്ല. പണത്തിൻ്റെ ആർത്തി മാത്രമല്ല പ്രശ്നം. പണം പണത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുക, ഭക്തിയുടേതായിട്ടുള്ള രീതിയിൽ കാണുക.
അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. അതല്ലാണ്ട് വെറുതെ ഈ നമ്മൾ ഇതുപോലെ ഇതിനെക്കുറിച്ച് പരാതി അത് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. പരാതി പരിഹരിക്കൂ. നമുക്ക് ജയകുമാർ സാറിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായിട്ട് അങ്ങേന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക. അതല്ലാണ്ട് കൈമലർത്തി നിന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്.